അപ്പോൾ ഹലോ എൻ്റെ കുട്ടീസ്, ഇനി ഐസ്ക്രീം കപ്പ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് വന്നു. അല്ലല്ല, ഐസ്ക്രീം കപ്പല്ല നമ്മുടെ മെയിൻ ആൾ ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് നമ്മൾ ഈ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ട്രേസിങ് പേപ്പർ, ഇതിനെ ഞാൻ റൗണ്ടായിട്ട് കട്ടിച്ച് എടുത്ത ശേഷം നമ്മുടെ ഇതിൻ്റെ ഐസ്ക്രീം കപ്പിൻ്റെ താഴെ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാമ്പാണ് കേട്ടോ. ഈ പല വീട്ടുകളിൽ ഉണ്ടാക്കുന്ന ലാമ്പ് കണ്ടിട്ടില്ല, എനിക്ക് അതുപോലത്തെ ഒന്നും ഉണ്ടാക്കണ്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ബട്ടർ പേപ്പർ ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഷേപ്പിൽ വെച്ച് നോക്കി, പക്ഷേ അന്നേരം ശരിയാകുന്നില്ല ഒരു ഷേപ്പ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, നമ്മുടെ ഓൾറെഡി ഐസ്ക്രീം കപ്പില്ല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒന്ന് ഷേപ്പ് ആക്കിയെടുത്ത ശേഷം അതിൻ്റെ വെളിയിലോട്ട് ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുണ്ട് സപ്പോർട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുപ്പിയാണ്. ഒരു കുഞ്ഞു കുപ്പി എടുത്തിട്ട് അതിൻ്റെ വെളിയിൽ നമ്മൾ ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിന് ആദ്യം നമ്മൾ ഔട്ട്ലൈനാണ് ഈ ബ്ലാക്ക് കൊണ്ട് വരച്ചത്. എൻ്റെ ഔട്ട്ലൈൻ തീർന്നു പോയായിരുന്നു കേട്ടോ, ശരിക്കും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു തരത്തിൽ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിരിക്കുകയാണ്. ഔട്ട്ലൈൻ ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ ഗ്ലാസ് പെയിൻറ്റ് ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഫില്ലായി. ഈ ഗ്ലാസ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഒരു ജെല്ലി ടൈപ്പ് ലിക്വിഡാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇങ്ങനെ ഒഴിച്ചിടുമ്പോൾ നല്ല സൂപ്പറാണ്. ഇത് കുറേ നാളായി മേടിച്ച് ഈ ഗ്ലാസ് പെയിൻറ്റ്, പക്ഷേ ഞാനങ്ങനെ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇത് ഉണങ്ങിപ്പോകുന്ന അവസ്ഥയായപ്പോൾ ഞാൻ വെച്ച് ഇതിന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കി. പല ഡിസൈനിങ്ങിന് വരച്ച ശേഷം അത് ഔട്ട്ലൈൻ ഉണങ്ങിയ ശേഷം നമ്മൾ അതിനകത്തോട്ട് പല കളറിൽ ഇങ്ങനെ ഒരു, ഞാൻ അടുത്തോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്, ഒരു ജെല്ലി ടൈപ്പ് ഇങ്ങനെ ലിക്വിഡായിരിക്കുന്നത്. അത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, പക്ഷേ അതിങ്ങനെ ഒഴുകി പോകാതെ ഇരിക്കാനാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ചിലരുടെ നമ്മുടെ ഗോൾഡൻ കളറിൽ ഔട്ട്ലൈൻ ഉണ്ട്, പല ഔട്ട്ലൈൻ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കളർ പെയിൻറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാം നമ്മുടെ വട്ടത്തിനകത്തും പല കളറിൽ നമ്മളിങ്ങനെ ഗ്ലാസ് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചിടുമ്പോൾ ഞാനിങ്ങനെ വട്ടം ഓർഡർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ടോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഒത്തിരി പഴയതായതുകൊണ്ട് അത്ര നമ്മൾ വിചാരിച്ചത്ര ഷേപ്പിൽ അത് വരുന്നില്ല. ഇനി അഡ്ജസ്റ്റ് ചെയ്തു, പക്ഷേ ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ല രസമല്ലേ, ഇത് നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ലാമ്പായിട്ടല്ലേ. അപ്പോൾ ലാമ്പിനെ ഇതിന് മുകളിൽ വെക്കണം, അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിനെ നമ്മൾ ഓൾറെഡി ഒരു ലാമ്പിൻ്റെ ഷീൽഡ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിനെ ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാനിങ്. നടക്കുമെന്നറിയത്തില്ല, എന്നാലും നമ്മൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഗിവേയുടെ കാര്യം മറക്കല്ലോ കേട്ടോ. ഈ മന്തിൽ തീരാറാകുമ്പോൾ ഞങ്ങളുടെ ഗിവേ ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കൊണ്ടുപോകണേ. അപ്പോൾ നമ്മുടെ ലാമ്പ് കണ്ടപ്പോൾ ഒരു പ്ലെയിനായിട്ട് ലാമ്പ്, അപ്പോൾ എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ ആകെപ്പാടെ ഈ ലേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലേസിന് നമ്മൾ ഈ ചില ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ലാമ്പുകൾ, അതുപോലെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എന്താണെന്നുള്ളൊരു ടെക്നിക്ക് അറിയാതെ ഞാനങ്ങ് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിനെ ഈ ലേസിനെ ഞാൻ മുകളിലും താഴോട്ടൊന്ന് ഒട്ടിച്ച് നോക്കി. അപ്പോൾ കാരണം നമ്മുടെ കയ്യിൽ ഇതല്ലേ ഉള്ളൂ ലേസ്, വേറെ ഇച്ചിരി ഞാൻ ഉദ്ദേശിച്ച ലേസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയല്ലേ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇനി അടുത്ത ഏതാ വീഡിയോ വേണ്ടതെന്നുള്ളത് പറയണേ. ആ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടുന്നതാണ്. നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ആൻസറൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ അല്ലേ. അപ്പോൾ അതോടെ ഇങ്ങനെയാണ് നമ്മുടെ ലാമ്പ് വരേണ്ടത്. അപ്പോൾ കുപ്പി ചെറുതായെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ ലാമ്പിനെ ഇച്ചിരി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനിടാൻ വേണ്ടിയിട്ട് ലൈറ്റാണ് എൻ്റെ കയ്യിൽ, ഫെയറി ലൈറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കുപ്പിയിൽ മാത്രം ഇട്ട് നോക്കിയപ്പോൾ മുകളിലത്തെ ലാമ്പിനകത്ത് ഇതില്ല, ലൈറ്റ് വരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ 2 ലൈറ്റ് എടുത്ത്, ഒരെണ്ണം ഈ കുപ്പിക്കകത്തും ഒരെണ്ണം നമ്മൾ മറ്റേ ലാമ്പ് ഷീറ്റിലുണ്ടാക്കിയത് അതിനകത്തൂടെ വെച്ചു. ഇനി അതിനെ മുകളിനകത്ത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് വെക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി വീഡിയോയ്ക്ക് ഒരു ഷേക്കിംഗ് പോലെ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രിയേറ്റിവിറ്റി ഒക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ അല്ലാതെ തന്നെ ഈ കുപ്പി കാണാൻ നല്ല രസം കേട്ടോ. ഈ ലാമ്പ് വെച്ചില്ലേലും ഈ ഷീൽഡ് വെച്ചില്ലേലും. പക്ഷേ എനിവേ ഷീൽഡ് വെച്ചു. ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലേലും കുഴപ്പമില്ലായിരുന്നേ. പക്ഷേ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ലാമ്പ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ലൈറ്റൊക്കെ നിർത്തി വന്നിട്ട് നോക്കാം. അവിടെ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ട് എന്നോട് പറയണം. അപ്പം ഫുൾ വീഡിയോ കാണാം. ഗിവേയുടെ കാര്യം മറക്കല്ല. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊന്ന് സ്റ്റഡി ആക്കി വെച്ചാൽ മാത്രം മതി. കണ്ടോ നമ്മൾ ക്യൂട്ടായിട്ടില്ല? എങ്ങനെയുണ്ട്? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. നമുക്ക് പെട്ടെന്ന് 10K അടിക്കണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ മൺഡേ വല്ലതും പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ കുപ്പി മാത്രമായിട്ടും നല്ല രസമാണ്, അത് കാണിക്കുകയാണ്. അപ്പം മറക്കല്ലേ. ബൈ.